മഞ്ചേരിയിലെ സബ് ജയിലിൽ അത്തരമൊരു അറിയിപ്പ് എന്തെങ്കിലും കിട്ടിയതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ സാനിയോ? അരുൺ, ഞാനിപ്പോൾ മഞ്ചേരി സബ് ജയിലിന് മുൻപിലാണ് ഉള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സ്വാഭാവികമായും ജയിലിൽ നിന്ന് നമുക്ക് മറ്റു വിവരങ്ങളൊന്നും ലഭ്യമല്ല. കാരണം ജയിൽ അടച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അറിയിപ്പ് കിട്ടുകയുള്ളൂ. പക്ഷേ ഇവിടെ പോലീസ് എല്ലാ സന്നാഹങ്ങളും ഒരുക്കുന്നുണ്ട്. പോലീസ് ബസ് അടക്കം ഇവിടെ എത്തി ഒരു പ്രതിഷേധമുണ്ടാകാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് പോലീസ് ബസ് അടക്കം ഇവിടെ എത്തി സുരക്ഷ ഒരുക്കുന്നുണ്ട്. മുഴുവൻ പോലീസുകാരോടും ഇങ്ങോട്ടേക്ക് എത്താനുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ശക്തമാണ്. സ്പെഷ്യൽ സബ് ജയിലാണ് മഞ്ചേരിയിലേത്. നിലമ്പൂരിൽ നിന്ന് 20 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഒരു അരമണിക്കൂർ എടുത്തായിരിക്കും ഇങ്ങോട്ടേക്ക് എത്തുക. ഏതായാലും ഒരു 12 മണിക്ക് ഉള്ളിൽ തന്നെ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് MLA ജയിലിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ഇപ്പോൾ നമുക്ക് കാണാം, സ്വാഭാവികമായും ജയിലിങ്ങനെ അടച്ചിട്ടിരിക്കുന്നു. അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇങ്ങോട്ട് എത്തുകയും അതിൽ നിന്ന് നമുക്കത് വ്യക്തമാക്കാം. മഞ്ചേരി സബ് ജയിലിൽ തന്നെയാണ് PV അൻവർ MLA കൊണ്ടുവരിക. താങ്ക് യു സാനിയ മുനോമി. ഞാൻ PV അൻവർ MLA മഞ്ചേരി സബ് ജയിലിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാം. ഇപ്പോൾ മുബഷീറും അഷ്കർ അലിയും ഉണ്ട്. മുബഷീറും അഷ്കർ അലിയും ഉള്ളത് നിലമ്പൂരിൽ മജിസ്ട്രേറ്റിന്റെ വസതിക്ക് മുന്നിലാണ്. സാനിയ മുനോമി ഉള്ളത് മഞ്ചേരി സബ് ജയിലിന് മുന്നിലാണ്. നമ്മൾ ഈ ദൃശ്യവും വാർത്തയും തുടക്കം മുതൽ തന്നെ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് റിപ്പോർട്ടർ TV ആണ്. PV അൻവർ MLA കസ്റ്റഡിയിലെടുക്കാൻ പോകുന്നു, അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടതും റിപ്പോർട്ടർ TV ആണ്. റിപ്പോർട്ടർ TVയോടാണ് PV അൻവർ MLA ഈ വിഷയം ആദ്യം പ്രതികരിക്കുന്നതും. ഏകദേശം 20-25 മിനിറ്റോളം PV അൻവർ MLA അറസ്റ്റ് കീഴടങ്ങുന്നതിന് തൊട്ട് മുൻപ് റിപ്പോർട്ടർ TVയുമായി സംസാരിച്ചിരുന്നു. ഭരണകൂട ഭീകരത എന്നാണ് PV അൻവർ വിശേഷിപ്പിച്ചത്. ഒരു MLA ആയി തന്നെ അറസ്റ്റ് ചെയ്യാൻ ഇത്ര തിടുക്കം, ഈ അർദ്ധരാത്രിയിൽ ഇത്ര വലിയ സന്നാഹത്തോടുകൂടി പോലീസ് എന്തിനു കാട്ടി എന്ന ചോദ്യമാണ് PV അൻവർ MLA ചോദിച്ചത്. ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. തനിക്കൊരു നോട്ടീസ് കിട്ടിയിരുന്നുവെങ്കിൽ പോലീസിന് മുൻപിൽ ഈ അന്വേഷണത്തിന് മുന്നിൽ തന്നെ ഹാജരാകുമായിരുന്നല്ലോ. ഇതൊരു കള്ളക്കേസാണ് എന്നുകൂടിയാണ് അല്പസമയം മുമ്പ് PV അൻവർ MLA പറഞ്ഞിരിക്കുന്നത്. നിയമപരമായി നേരിടും. നാളെ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ് PV അൻവർ അറിയിച്ചിരിക്കുന്നത്. മുബഷീർ, എന്തായാലും ഈ രാത്രിയിൽ PV അൻവർ MLAയുടെ ജനകീയ യാത്രയ്ക്ക് കിട്ടാതിരുന്ന വലിയ സ്വീകാര്യതയും പ്രതിപക്ഷ പിന്തുണയും PV അൻവർ MLAക്ക് ലഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ കൂട്ടായ്മയുടെ പ്രഖ്യാപനത്തോടെ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന, ആഗ്രഹിച്ചിരുന്ന ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊരു ആദ്യഘട്ടത്തിൽ തന്നെ ഒന്നും ലഭിച്ചിരുന്നില്ല. പിന്നീട് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി ചേലക്കരയിലൊക്കെ തന്നെ മത്സരിച്ചെങ്കിലും പ്രതീക്ഷിച്ച അത്രയധികം പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും യാദൃശ്ചികമായി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ ഒരു സംഭവം ഉണ്ടാകുന്നു. അത് നിലവിൽ അവിടെ നിലനിൽക്കുന്ന ഒരു വിഷയം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തിരയായി കാട്ടാന ആക്രമണത്തിൽ ഒരു വ്യക്തി കൊല്ലപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ ചൊല്ലി ഒരു പ്രതിഷേധം അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ കൂട്ടായ്മയുള്ള DMK പ്രവർത്തകർ അതോടൊപ്പം അണിചേരുന്നു. അവിടെ നിന്നും നിലമ്പൂർ നോർത്ത് DF ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തുന്നതോടെ നിലമ്പൂരിലെ നാട്ടുകാരൊക്കെ തന്നെ അവർ പ്രതിഷേധത്തിൽ അണിചേരുന്നു. പിന്നീട് അവിടെ കണ്ടത് അത്യന്തം നാടകീയമായ സംഭവങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ഇക്കാലം അത്രയും നിലമ്പൂരിനെ സംബന്ധിച്ച്, മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയെ സംബന്ധിച്ച് നിലനിൽക്കുന്ന വന്യമൃഗശല്യമാണെങ്കിലും അത്തരത്തിലുള്ള ആക്രമണ സംഭവങ്ങളാണെങ്കിലും അതിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരു അമർഷം ജനങ്ങൾ അവിടെ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അത് ആ സംഭവങ്ങൾക്ക് തൊട്ട് പിന്നാലെ അൻവർ പറഞ്ഞിരുന്നത്. താൻ ആ ഒരു മേഖലയിൽ നിന്നും പോയിരുന്നു. പിന്നീട് അവിടെ ഉണ്ടായത് ജനങ്ങളുടെ ഒരു സ്വാഭാവിക പ്രതികരണം മാത്രമാണ്. കേവലം സാധന സാമഗ്രികൾ തല്ലിത്തകർത്തതിനെ ന്യായീകരിക്കുകയല്ല, മറിച്ച് ഇത്രയധികം കാലം ജനങ്ങൾ നേരിടുന്ന വലിയൊരു പ്രശ്നത്തെ സർക്കാർ സംവിധാനങ്ങൾ, അധികൃതർ അഭിമുഖീകരിക്കാത്ത, അല്ലെങ്കിൽ അത് വേണ്ട വിധം പരിഗണിക്കാത്തുള്ള അമർഷമാണ് ജനങ്ങൾ രേഖപ്പെടുത്തിയെന്നുള്ളതായിരുന്നു സംഘർഷമുണ്ടായ പ്രതിഷേധത്തിന് പിന്നാലെ PV അൻവർ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും അതിന് തൊട്ടു പിന്നാലെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കേസ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുന്നു. ജാമ്യമില്ല വകുപ്പുകൾ പ്രകാരം തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. PV അൻവർ MLA ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പ്രതിയായി മാറുന്നു എന്നുള്ളത്. പക്ഷേ ഒരിക്കലും ഇന്ന് രാത്രി തന്നെ PV അൻവറിൻ്റെ അറസ്റ്റിലേക്ക് പോലീസ് കടക്കുമെന്ന് അൻവർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത്. അരുൺകുമാർ, ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മുന്നണി പ്രവേശനത്തിനുൾപ്പെടെ വഴിയൊരുക്കുന്ന രീതിയിലുള്ള വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു അറസ്റ്റ് നടപടിയായി പോലീസിൻ്റെ ഒരു നടപടി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മജിസ്ട്രേറ്റിൻ്റെ വസതിയിലെ നടപടികളൊക്കെ തന്നെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഇവിടെയുള്ള നടപടികൾ പൂർത്തിയാക്കി 25 കിലോമീറ്റർ അകലെയുള്ള മഞ്ചേരി സബ് ജയിലിലേക്കായിരിക്കും PV അൻവറിനെ കൊണ്ടുപോകുക. നിലമ്പൂരിൽ 2 തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്ന PV അൻവർ
രണ്ടാം തവണ MLA ആയി മുന്നണിയിൽ നിന്നും പുറത്തു വന്ന് പിന്നീട് സംസ്ഥാന സർക്കാരിനെതിരെ ഇടതു സർക്കാരിനെതിരെ പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനിടയിൽ UDF മുന്നണിയിലേക്ക് പ്രവേശിക്കുമെന്ന ചർച്ചകളൊക്കെ തന്നെ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ PV അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ജയിലിലേക്ക് കൊണ്ടുപോകുന്ന അത്യന്തം നാടകീയമായ കാഴ്ചയാണ് നിലമ്പൂരിൽ നിന്ന് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. അരുൺകുമാർ, അല്പസമയത്തിനുള്ളിൽ തന്നെ PV അൻവറിനെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്നും പുറത്തിറക്കും. നിരവധി ആളുകൾ തന്നെയാണ് ഈ ഒരു മേഖലയിൽ തമ്പടിച്ചിട്ടുള്ളത്. നിങ്ങൾ എവിടുന്നാ? ഞങ്ങളിവിടെ ആളല്ല. അൻവറിന്റെ അനുയായികളാണ്. അത്തരത്തിൽ നിരവധി ആളുകളുണ്ട്. DMK-യിൽ പ്രവർത്തിക്കുന്ന, കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട്. നാട്ടുകാരായിട്ടുള്ള ആളുകളുണ്ട്. നോക്കിക്കാണുന്നതിന് വേണ്ടി ഒരു മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ അൻവറിന്റെ വീട്ടിൽ നിന്നും ഇറക്കിയ സമയത്ത് അവിടെ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നു. അൻവറിന്റെ വാഹനത്തിൽ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളും കണ്ടിരുന്നു. പിന്നീട് ആശുപത്രിയിലെ വൈദ്യപരിശോധന പൂർത്തിയാക്കി അൻവർ വാഹനത്തിലേക്ക് കയറ്റാനുള്ള ആ ഒരു സമയത്തും അവിടെ പ്രതിഷേധമുണ്ടായി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നാളെ വലിയൊരു പ്രതിഷേധം നിലമ്പൂരിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ PV അൻവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നെങ്കിൽ കിട്ടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഒരു നിയമസഭാ സാമാജികനാണ്, അദ്ദേഹം വീട്ടിൽ തന്നെയുണ്ട്. ഈ സമരത്തിൽ അദ്ദേഹം നേരിട്ട് പങ്കെടുത്തു, പ്രതിഷേധം നടത്തിയെങ്കിലും ഈ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തിയതിൻ്റെ ദൃശ്യങ്ങളില്ല, ഏതെങ്കിലും ഓഫീസ് ഉപകരണങ്ങൾ തകർത്തതിൻ്റെ ദൃശ്യങ്ങളും ഇല്ല, അത്തരം തെളിവുകളൊന്നുമില്ല. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന സംഘത്തിന് നേതൃത്വം നൽകി എന്നത് മാത്രമായിരുന്നു. മുൻകൂർ ജാമ്യം, ആന്റിസിപ്പേറ്ററി ബെയിൽ വളരെ ഈസി ആയിട്ട് ലഭിക്കാവുന്ന ഒരു കേസായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തുവെങ്കിൽ പോലും ഒരു പ്രത്യേക കണ്ടീഷൻ, ഒരു സാഹചര്യത്തിൽ അത് അനുവദിക്കപ്പെടാനുള്ള സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അദ്ദേഹം അതിന് ശ്രമിച്ചിരുന്നില്ല. അഭിഭാഷകനെ ഇപ്പോഴും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ടില്ല. ഇനി ഇപ്പോൾ കൊടുത്തിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം പോലീസ് തീർച്ചയായിട്ടും ജാമ്യത്തെ എതിർക്കുമെന്നുള്ളത് ഉറപ്പാണ്. നാളെ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ താൻ കാണിച്ചു തരാം എന്നാണ് പിണറായി വിജയനെ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇത് ശശിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും കൂടി ഉണ്ടാക്കിയ തിരക്കഥയെന്നാണ് PV അൻവർ വീണ്ടും ആരോപിക്കുന്നത്. ഇതിൽ പക്ഷേ PDPP ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യം PV അൻവറിൻ്റെ ഒപ്പമുണ്ടായിരുന്നവർ ചെയ്തതായിട്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതിൽ PV അൻവറിന് എത്രത്തോളം പങ്കുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതൊക്കെ ഇനി തെളിവുകൾ ഹാജരാക്കി വിചാരണ കോടതിയിലാണ് സമർപ്പിക്കപ്പെടേണ്ടത്. നിലവിൽ പോലീസ് FIR ഇട്ടിരിക്കുന്നത് പ്രകാരം BNS-ലെ വകുപ്പുകളും PDPP ആക്ടിലെ സെക്ഷൻ 3 അനുസരിച്ചാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ PV അൻവറിനെ നിലമ്പൂരിലെ മജിസ്ട്രേറ്റ് വസതിയിൽ നിന്ന് പുറത്തിറക്കും. 25 കിലോമീറ്റർ യാത്രയുണ്ട് മഞ്ചേരി സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുന്നു. അഷ്കർ അലി കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട്. അഷ്കർ അലി, വൈദ്യപരിശോധനയിലും കുറച്ചധികം സമയമെടുത്തു. ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ പോലീസിൻ്റെ വേർഷനും ഒപ്പം തന്നെ റിമാൻഡ് റിപ്പോർട്ടും കൊടുക്കും. റിമാൻഡ് റിപ്പോർട്ട് പരിശോധിക്കുകയാവാം ഒരുപക്ഷെ മജിസ്ട്രേറ്റ്. അതിനുശേഷം റിമാൻഡിലേക്ക് തന്നെ എന്നത് ഏകദേശം ഉറപ്പാണോ അഷ്കർ? ക്ഷമിക്കണം ബഷീർ. തീർച്ചയായും അരുൺകുമാർ, മജിസ്ട്രേറ്റിലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ അവസാന ഘട്ടത്തിലേക്ക് ദൃശ്യങ്ങളിൽ PV അൻവർ ആണോ ഉള്ളത്? PV അൻവർ പുറത്തിറങ്ങി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്ന് പുറത്തേക്ക് PV അൻവർ ഇറങ്ങിയിരിക്കുന്നു. റിമാൻഡിലായിരിക്കുന്നു അല്ലേ? ആണോ? തീർച്ചയായും അരുൺകുമാർ, അദ്ദേഹം മജിസ്ട്രേറ്റിൻ്റെ വസതിക്കുള്ളിലെ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കി പുറത്ത് ഇറങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് PV അൻവറിനെ തന്നെയാണ്. അല്പസമയത്തുള്ളിൽ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നേരെ മഞ്ചേരി സബ് ജയിലിലേക്കാവും കൊണ്ടുപോവുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും 25 കിലോമീറ്റർ അകലെയുള്ള മഞ്ചേരി സബ് ജയിലിലേക്കാവും കൊണ്ടുപോകുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നു. റിമാൻഡ് റിപ്പോർട്ടാണ് വായിക്കുന്നത്. ഇപ്പോൾ എന്താണ് ഒപ്പം കൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്? PV അൻവറിനോടൊപ്പമുള്ള 4 പ്രവർത്തകരാണ്. റിമാൻഡിലാണോ അല്ലയോ എന്നത് മാത്രമേ ഇനി നമുക്കറിയാനുള്ളൂ. വസതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. വൈദ്യപരിശോധന കഴിഞ്ഞിരുന്നു. ഇനി യാതൊരു നടപടിക്രമങ്ങളുമില്ല. ഇപ്പോൾ PV അൻവർ MLA-യും MLA-യോടൊപ്പമുള്ള 4 പേരുമുണ്ട്.